വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ജോഗ്രഫിയാണ് ഹോട്ട് ടോപ്പിക്സിൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 5 മാർക്ക് നിങ്ങൾക്ക് ഈ മേഖലയിൽ നിന്ന് കിട്ടും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ്. നമുക്കറിയാം, ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ നമ്മൾ പ്രധാനമായിട്ടും 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 4 വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ കുറിച്ച് മാത്രം നമ്മൾ പഠിക്കണം. അപ്പൊ ആ വിഭാഗത്തിന്റെ പ്രത്യേകത എത്രമാത്രമായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്കറിയാം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രമാത്രം ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ 4 ഭൂവിഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. ഉത്തര പർവ്വത മേഖല, അതുപോലെ തന്നെ ഉത്തര മഹാസമതലം, ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം ട്ടോ, ഉത്തര മഹാസമതലം. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമി. ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി ട്ടോ, ഉപദ്വീപീയ പീഠഭൂമി. അടുത്തത് ചില ബുക്കുകളിൽ 5 കാണാം. അതെന്താണെങ്കിൽ ഒന്ന് തീരസമതലാണ്, തീരസമതലം. അടുത്തത് എന്താണ്? ദ്വീപുകളാണ്. അപ്പൊ തീരസമതലം, ദ്വീപ് എന്ന് പറഞ്ഞിട്ട് 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ 5. ചില ബുക്കുകളിൽ തീരസമതലങ്ങളും ദ്വീപുകളും. അപ്പൊ ഇത്രയായിട്ടാണ് എന്തിനെ തിരിക്കുന്നത്? ഇന്ത്യയെ ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉത്തരപർവ്വത മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ജമ്മു കാശ്മീർ അല്ലെ. ആ ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന അരുണാചൽ പ്രദേശ് വരെ നീണ്ടുകിടക്കുന്ന ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉത്തരപർവ്വത മേഖല എന്ന് വിളിക്കുന്നത്. ഈ ഉത്തരപർവ്വത മേഖല ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കണം. ഹിമാചൽ പ്രദേശ്, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്. അടുത്തത് സിക്കിം. ഏതാണ്? സിക്കിം. നെക്സ്റ്റ് വൺ അടുത്തത് അരുണാചൽ പ്രദേശ്. എന്താണ്? അരുണാചൽ പ്രദേശ്. അടുത്തത് നാഗാലാൻഡ്. ഏതാണ്? നാഗാലാൻഡ്. നെക്സ്റ്റ് വൺ മണിപ്പൂര്. ഏതാ? മണിപ്പൂര്. ഇനി മിസോറാം, അതുപോലെ തന്നെ മേഘാലയ. മണിപ്പൂര്, അതുപോലെ തന്നെ മിസോറാം, മിസോറാം. പിന്നെ ഏതാണ്? മിസോറാം കഴിഞ്ഞ മേഘാലയ, മേഘാലയ, മേഘാലയ. കൂടാതെ എന്താണ്? ത്രിപുര. മേഘാലയ, അതുപോലെ തന്നെ ത്രിപുര. ഏതാണ്? ത്രിപുര. അപ്പോ ഇത് എത്ര സംസ്ഥാനങ്ങളുണ്ട്? 9 സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞു. കൂടാതെ ജമ്മു കാശ്മീര്, അതുപോലെ തന്നെ ലഡാക്ക് തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും, അപ്പോ 9 സംസ്ഥാനങ്ങളിലൂടെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, മേഘാലയ, ത്രിപുര തുടങ്ങിയ 9 സംസ്ഥാനങ്ങളിലൂടെയും ജമ്മു കാശ്മീർ, ലഡാക്ക് തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും കടന്നു പോകുന്ന ഭൂവിഭാഗമാണ് ഉത്തരപർവ്വത മേഖല. ഇനി അടുത്ത ഈ ഉത്തരപർവ്വത മേഖലയുടെ പ്രത്യേകത, ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന മണ്ണ് ഫലഭൂയിഷ്ഠത വളരെ കൂടുതലുള്ള പർവ്വത മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നത്. ഫലഭൂയിഷ്ഠത ധാരാളമുള്ള പർവ്വത മണ്ണ് കാണപ്പെടുന്നു. ഇനി അടുത്തത് എന്താണ്? എന്താ പറയാ? ഗംഗ, അതുപോലെ തന്നെ സിന്ധു, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര. നമുക്ക് ഈ നദികളെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലെ. ആ ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ ധാരാളം പോഷക നദികളും ഉത്ഭവിക്കുന്നതും എവിടെ നിന്നാണ്? ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ്. ഈ ഉത്തരപർവ്വത മേഖലയിൽ ധാരാളം സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നു. പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ് സിംല, അതുപോലെ തന്നെ ഡാർജിലിംഗ്, അതുപോലെ തന്നെ കുളു. ഏതാണ്? കുളു. അതുപോലെ തന്നെ മണാലി തുടങ്ങിയവ ഈ കേന്ദ്രഭരണ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ വീണ്ടും തിരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ഉത്തരപർവ്വത മേഖലയുടെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്താണ് എന്നും പറഞ്ഞ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എന്താ പ്രത്യേകത നമ്മൾ പഠിച്ചു വെക്കണം. അതായത് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ മഴ പെയ്യാൻ സഹായിക്കുന്നത്, ഉത്തരേന്ത്യയിൽ മഴ പെയ്യിക്കുന്നത് ആരാണ്? ഈ ഉത്തരപർവ്വത മേഖലയാണ്. അപ്പൊ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യാൻ സഹായിക്കുന്നത് ഏതാണ്? ഉത്തരപർവ്വത മേഖലയിലാണ്. അതുപോലെ തന്നെ ശൈത്യകാലത്ത് വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് തടഞ്ഞു നിർത്തുന്നതും ഏതന്നെയാണ്? നമ്മുടെ ഉത്തരപർവ്വത മേഖലയാണ്. അടുത്തത് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ഉറവിടമാണ് ഏത്? ഉത്തരപർവ്വത മേഖല. അതുപോലെ ധാരാളം നദികളുടെ ഉത്ഭവസ്ഥാനവും ഉത്തരപർവ്വത മേഖലയാണ്. അപ്പൊ ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യാനായിട്ട് വരണ്ട ശീതക്കാറ്റിനെ, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കാൻ, ശൈത്യകാലത്ത് വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുത്തു നിൽക്കാൻ, സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കാൻ, നദികളുടെ ഉത്ഭവത്തിന് ഒക്കെ കാരണക്കാരനായിട്ടുള്ള ഏതാണ്? മേഖലയാണ്, ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരപർവ്വത മേഖല. ഈ ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായിട്ടും മൂന്നായി തിരിക്കുകയാണ്. ഉത്തരപർവ്വത മേഖലയെ എങ്ങനെ തിരിക്കുന്നു? ഒന്ന് ഹിമാലയം. എങ്ങനെയാ തിരിക്കണേ? ഹിമാലയം. അടുത്തത് ട്രാൻസ് ഹിമാലയം. എന്താണ് ട്രാൻസ് ഹിമാലയം? അടുത്തത് പൂർവാചൽ. ഹിമാലയം, ട്രാൻസ് ഹിമാലയം, പൂർവാചൽ. എങ്ങനെ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിക്കാം കേട്ടോ. ഉത്തരപർവ്വത മേഖലയുടെ 3 ഉപവിഭാഗങ്ങളാണ് ഹിമാലയ, ട്രാൻസ് ഹിമാലയ, അതുപോലെ തന്നെ പൂർവാചൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഈ ഹിമാലയത്തിനെ പ്രധാനമായിട്ട് പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തിനെ വീണ്ടും 3ആയി തരംതിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ഹിമാദ്രി, അതുപോലെ തന്നെ ഹിമാചൽ, അതുപോലെ തന്നെ ശിവാലിക്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇനി ടീച്ചർ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോ ഉത്തരപർവ്വത മേഖലയെ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായി തിരിക്കുന്നു. ഒന്ന് ഹിമാലയം, അടുത്തത് ട്രാൻസ് ഹിമാലയം, അടുത്തത് പൂർവാചൽ. ഇനി ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 3ആയി തിരിക്കുന്നു. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇനി നമ്മൾ ഉത്തരപർവ്വത മേഖലയിലെ ഹിമാലയത്തിനെ കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. ഏത് വിഭാഗത്തെ കുറിച്ചാണ്? ഹിമാലയം എന്ന് പറയുന്ന ഭൂവിഭാഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് കേട്ടോ. അപ്പൊ ഹിമാലയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സംസ്കൃതത്തില് ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? മഞ്ഞിന്റെ വീട് എന്നാണ്. ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മഞ്ഞിന്റെ വീട് എന്നാണ് അർത്ഥം കേട്ടോ. ഇനി വാട്ടർ ടവർ ഓഫ് ഏഷ്യ. എന്താണ് വാട്ടർ ടവർ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ടർ ടവർ ഓഫ് ഏഷ്യ, വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ, വേൾഡിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഏത്? ഹിമാലയം അല്ലെ? ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതനിര, ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതനിരയാണ് ഹിമാലയം. സിന്ധു മുതൽ, പടിഞ്ഞാറ് സിന്ധു മുതൽ ബ്രഹ്മപുത്ര വരെ, സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ എന്ത് വ്യാപിച്ചു കിടക്കുന്നു? ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതനിരയാണ്, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ്. ലോകത്തിലെ പ്രായം കുറഞ്ഞ പർവ്വതനിരയും ഹിമാലയമാണ്. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് അവസാദശിലകൾ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അവസാദശില. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉയരം കൂടിയത്, മടക്കുപർവ്വതം, പ്രായം കുറഞ്ഞത്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ കാണപ്പെടുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിർമ്മിച്ചേക്കണു? അവസാദശിലകൾ കൊണ്ട്. ഹിമാലയം അതിർത്തി പങ്കിടുന്നത്
ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാ? പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്, അതുപോലെ തന്നെ ചൈനയുമായിട്ട് അതിർത്തിയുണ്ട്, ഇന്ത്യയുമായിട്ട് അതിർത്തിയുണ്ട്, നേപ്പാളുമായിട്ട് അതിർത്തിയുണ്ട്, പിന്നെ ഏതാണ്? ഭൂട്ടാനുമായിട്ട് അതിർത്തിയുണ്ട്, അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. അപ്പോ ഇത്തരം രാജ്യങ്ങളുമായിട്ട് ഹിമാലയം അതിർത്തി പങ്കിടാണ്. പാകിസ്ഥാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായും അതുപോലെ തന്നെ ഇന്ത്യയിൽ 11 സംസ്ഥാനങ്ങളുമായും ഹിമാലയം അതിർത്തി പങ്കുവയ്ക്കുന്നു എന്ന് ഓർക്കുക. 6 രാജ്യങ്ങളുമായിട്ടും ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളിലൂടെയും കൂടാതെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശ് 11 സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ, ലഡാക്ക് തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എന്ത് വ്യാപിച്ചു കിടക്കുകയാണ്? ഹിമാലയം വ്യാപിച്ചു കിടക്കുകയാണ് കേട്ടോ. ഈ ഹിമാലയത്തിനെയും അതുപോലെ തന്നെ ഹിമാലയം ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പാമീർ പർവ്വതനിരയാണ്. ഹിമാലയത്തിനെയും സെൻട്രൽ ഏഷ്യയിലെ മറ്റു പർവ്വതനിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? പാമീർ പർവ്വതനിരയാണ്. അങ്ങനെയല്ല, പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നറിയോ? ലോകത്തിന്റെ മേൽക്കൂര. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമീർ ആണ്. ഇനി ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഹിമാലയ പർവ്വതനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും അവിടെ നിന്ന് ഉത്ഭവിക്കുന്നു. ഇനി ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ഏത്? നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞു. ഏതാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് തുടങ്ങിയവയാണ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ. അത് ഓരോന്നും ഇനി നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം പഠിക്കുന്നത് ഹിമാദ്രിയെ കുറിച്ചാണ്. ഹിമാദ്രിയുടെ പ്രത്യേകത എന്താണ്? ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ഹിമാലയത്തിലെ ഉയരം കൂടിയ പർവ്വതനിരയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നു. ഇന്നർ ഹിമാലയം, അതുപോലെ തന്നെ ഗ്രേറ്റർ ഹിമാലയം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. അപ്പൊ ഹിമാലയത്തിന്റെ നട്ടെല്ലാണ്, ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നു, ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നു, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര, ഇതൊക്കെ തന്നെ ഏതാണ്? ഹിമാദ്രിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. എത്രയാണ് അതിന്റെ ഉയരം? മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ ആണ് അതിന്റെ ഉയരം, അല്ലെ? അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാലയത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നു. ഇപ്പൊ മൗണ്ട് എവറസ്റ്റിനെ കുറിച്ച് പഠിക്കുകയാണ് നമ്മൾ 1-2 കാര്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അതുപോലെ തന്നെ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും മൗണ്ട് എവറസ്റ്റ് ആണ്, അല്ലെ? ഇനി ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും മൗണ്ട് എവറസ്റ്റ് ആണ്. മനസ്സിലാവുണ്ടോ? ഹിമാദ്രിയിലെ ലോകത്തിലെ ഒക്കെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് എവിടെയാ സ്ഥിതി ചെയ്യണേ മക്കളെ? മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേര് സാഗർമാത എന്നാണ്. എന്താ അതിന്റെ പേര്? സാഗർമാത ട്ടോ. ഇനി ടിബറ്റിൽ വേറൊരു പേരുണ്ട്. ടിബറ്റില് ചോമോ ലുൻമ എന്നറിയപ്പെടുന്നതും ഏതന്നെയാണ്? ഈ എവറസ്റ്റ് തന്നെയാണ് കേട്ടോ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? സാഗർമാത ദേശീയ ഉദ്യാനം. അപ്പൊ സാഗർമാത നാഷണൽ പാർക്കിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. പണ്ട് എവറസ്റ്റ് എന്നല്ലായിരുന്നു ഇതിന്റെ പേര്, പീക്ക് 15. എന്തായിരുന്നു? പീക്ക് 15 എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. എവറസ്റ്റ് കീഴടക്കിയത് ആരാണ്? എഡ്മണ്ട് ഹിലാരി. എഡ്മണ്ട് ഹിലാരി, അതുപോലെ തന്നെ ടെൻസിംഗ് നോർഗെ. ആരാണ്?
ടെൻസിംഗ് നോർഗെ. എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗെയുമാണ് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയവർ. എവറസ്റ്റ് കീഴടക്കിയ വർഷം പ്രധാനാണ്. ഈ രണ്ട് വ്യക്തികളും പ്രധാനാണ്. 1953 മെയ് മാസം 29 ഇവര് എവറസ്റ്റ് കീഴടക്കി. അതുകൊണ്ട് തന്നെ എവറസ്റ്റ് ഡേ എന്നറിയപ്പെടുന്നത് മെയ് 29 എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിതയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയണം ജുങ്കോ തായ്ബ. ആരാണ്? ജുങ്കോ തായ്ബയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത. എവറസ്റ്റ് 2 പ്രാവശ്യം കീഴടക്കിയ ആദ്യത്തെ വനിത, ഇത് ഇന്ത്യൻ വനിതയാണ്. എവറസ്റ്റ് 2 പ്രാവശ്യം കീഴടക്കിയ ആദ്യ വനിത എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം നമ്മൾ പറയണം സന്തോഷ് യാദവ്. ആരാണ്? സന്തോഷ് യാദവ് ആണ്. ഇനി എവറസ്റ്റ് കീഴടക്കിയ വികലാംഗയായ ആദ്യ വനിതയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും അരുണിമ സിൻഹയാണ്. ആരാണ്? അരുണിമ സിൻഹ. അപ്പൊ ഹിമാദ്രി പറഞ്ഞപ്പോ ടീച്ചർ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് എവറസ്റ്റും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഹിമാദ്രി അല്ലെ, ഹിമാലയത്തിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ലാണ്. ഇന്നർ ഹിമാലയം, ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഹിമാലയത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഒക്കെ ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ആ മൗണ്ട് എവറസ്റ്റിന്റെ പ്രത്യേകതയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഇനി മൗണ്ട് എവറസ്റ്റ് കൂടാതെ കാഞ്ചൻജംഗ, ഏതാണ്? കാഞ്ചൻജംഗ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാഞ്ചൻജംഗ സിക്കിമിലാണ്. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. തർക്കരഹിത ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കാഞ്ചൻജംഗയാണ് പറയാ. കാഞ്ചൻജംഗ സിക്കിമിലാണ്. 8598 മീറ്റർ ആണ് കാഞ്ചൻജംഗയുടെ ഉയരം. 8598 മീറ്റർ. കാഞ്ചൻജംഗ കൂടാതെ കാഞ്ചൻജംഗ, അതുപോലെ തന്നെ അന്നപൂർണ, ഏതാണ്? അന്നപൂർണ. പിന്നെന്താണ്? നംഗപർവ്വതം. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. അപ്പൊ ഹിമാദ്രി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞ്. ഇനി ഹിമാദ്രി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഏതിനെയാണ്? ഹിമാചൽ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് മൂന്നായിട്ടാ തിരിച്ചേക്കണം അല്ലെ. അതില് ഹിമാചലിനെ വിളിക്കുന്നു ലെസ്സർ ഹിമാലയ. അപ്പൊ ലെസ്സർ ഹിമാലയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഹിമാചലാണ്. ഈ ഹിമാചലില് ധാരാളം സുഖവാസ കേന്ദ്രങ്ങളാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് സുഖവാസ കേന്ദ്രങ്ങൾ എന്ന് പഠിക്കൂ. കാശ്മീർ അവിടുത്തെ സുഖവാസ കേന്ദ്രമാണ്. ഷിംല, അതുപോലെ തന്നെ കുളു, പിന്നെ ഏതാണ്? മണാലി, അതുപോലെ തന്നെ ഡൽഹൌസി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഡാർജിലിംഗ്, ഏതാണ്? ഡാർജിലിംഗ്. അതുപോലെ തന്നെ അടുത്തതാണ് നൈനിറ്റാള്. ഏതാണ്? നൈനിറ്റാള്, അൽമോറ. ഇതൊക്കെ ഇത്തരം സുഖവാസ കേന്ദ്രങ്ങളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാചലിലാണ്. ഇനി അടുത്തത് ഇവിടെ എന്താ പറയുന്നത്? കുളു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിമാചലിലെ ഒരു താഴ്വരയാണ് കുളു. ഈ കുളു താഴ്വരയെ എന്ത് വിളിക്കുന്നു? ദൈവങ്ങളുടെ താഴ്വര എന്ന് വിളിക്കുന്നു. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഏതാണ്? കുളുവാണ്. ഇനി അടുത്തത് ദൈവങ്ങളുടെ താഴ്വര കുളുവാണെങ്കിൽ സഞ്ചാരികളുടെ സ്വർഗം ഏതാണ്? സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്നത് കാശ്മീർ താഴ്വരയാണ്. ഏത് താഴ്വര? കാശ്മീർ താഴ്വരയെ സഞ്ചാരികളുടെ സ്വർഗം എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത് അപ്പോ എന്താ പറയുന്നത്? നമ്മൾ എന്തൊക്കെയാ പഠിച്ച? ദൈവങ്ങളുടെ താഴ്വര, സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന ധാരാളം താഴ്വരകൾ അല്ലെ, എന്താ പറയാ, സുഖവാസ കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി എന്താ പറയുന്നത്? ഈ കുളു താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഒരു എന്താ പറയാ നാഷണൽ പാർക്കിലാണ്. ആ നാഷണൽ പാർക്കിന്റെ പേര് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എന്നാണ്. അപ്പൊ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കിലാണ്
എന്ത് സ്ഥിതി ചെയ്യുന്നത്? കുളു താഴ്വര, ആ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഹിമാചൽ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സിവാലിക് എന്ന് പറയുന്ന പ്രദേശമാണ്. ഏത് പ്രദേശമാണ്? സിവാലിക് ആണ്. അപ്പൊ സിവാലിക്കിനെ കുറിച്ച് പഠിക്കുക. അതായത് സിവാലിക്കിനെ വിളിക്കുന്നു ഔട്ടർ ഹിമാലയ. എന്താണ്? ഔട്ടർ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെസർ ഹിമാലയ, ഔട്ടർ ഹിമാലയ, ഇന്നർ ഹിമാലയ, ഇതൊക്കെ അറിയപ്പെടുന്നത് ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേതാണ്? ഔട്ടർ ഹിമാലയ സിവാലിക് ആണ്. ഈ സിവാലിക്കിന്റെ പ്രത്യേകത, ഇവിടെ ഭയങ്കരമായിട്ട് ഭൂകമ്പം, അതുപോലെ തന്നെ ഉരുൾപൊട്ടല്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണപ്പെടുന്ന പ്രദേശമാണ് ഇവിടെ സിവാലിക്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യം അടുത്ത ടീച്ചർ പറയട്ടെ. ടെറസ് കൾട്ടിവേഷൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തട്ടായി ഭൂമി തിരിച്ച് എന്താണ് കൃഷി ചെയ്യുന്ന രീതിയെ വിളിക്കുന്നതാണ് ടെറസ് കൾട്ടിവേഷൻ അഥവാ തട്ടുതട്ടായ കൃഷി രീതി. ഈ പ്രദേശത്തെ, അതായത് സിവാലിക്കിലെ പ്രധാന കൃഷി രീതി എന്താണ്? ടെറസ് കൾട്ടിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ സിവാലിക് പർവ്വതനിരക്ക് ലംബമായി കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതി കൂടിയതുമായ താഴ്വരകളെ വിളിക്കുന്നു ഡൂണുകൾ എന്ന്. അപ്പൊ ഡൂണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സിവാലിക്കിലാണ്. സിവാലിക് പ്രദേശത്ത് സിവാലിക് പർവ്വതനിരയുടെ ലംബമായിട്ട് കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതമായിട്ടുള്ള താഴ്വരകളെയാണ് ഡൂണുകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഡൂണുകൾ എന്ന് പഠിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്ന് ഡെറാഡൂൺ, അറിയാലോ. അടുത്തത് കോട്ട്ലി ടൂണ്. ഏതാണ്? കോട്ട്ലി. അടുത്തത് കോട്ട്ലി, പട്ട്ലി, ഡെറാഡൂൺ. കോട്ട്ലി ഡൂൺ, പട്ട്ലി ഡൂൺ, ഡെറാഡൂൺ എന്നിവ സിവാലിക്കിലെ പ്രധാനപ്പെട്ട എന്താണ്? ഡൂണുകളാണ്. ഇനി സിവാലിക്കില് ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. ഒന്ന്, കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്നു, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആപ്പിള് കൃഷി ചെയ്യുന്നു, അതുപോലെ തന്നെ തേയില കൃഷി ചെയ്യുന്നു. തേയില ഏത് മലനിരകളിലാണ് തേയില കൂടുതൽ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അസം മലനിരകളിലാണ് തേയില കൂടുതൽ കാണപ്പെടുന്നത് കേട്ടോ, തേയില. അതുപോലെ തന്നെ ബാർലി, ഉരുളക്കിഴങ്ങ് കേട്ടോ, ഇതൊക്കെ കൂടുതൽ കൃഷി ചെയ്യുന്നത് എവിടെയാണ് എന്നാ പറയണേ? നമ്മുടെ സിവാലിക് മലനിരകളിലാണ് എന്നാണ് പറയണേ കേട്ടോ. അപ്പോ ഇതാണ് സിവാലിക് മലനിരയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് 3 കാര്യം പറഞ്ഞു ഹിമാലയവുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ ഹിമാലയം എന്താന്ന് പഠിച്ചു, ഹിമാദ്രിയെയും ഹിമാചലിനെയും സിവാലിക്കിനെയും പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്തിനെ കുറിച്ചാണ്? ട്രാൻസ് ഹിമാലയത്തെ കുറിച്ചല്ലേ? ട്രാൻസ് ഹിമാലയല്ലേ ഇനി അടുത്തത് പഠിക്കേണ്ടത്. അപ്പൊ അടുത്തത് നമ്മള് ട്രാൻസ് ഹിമാലയം എന്താണ് എന്ന് നോക്കാം. ഹിമാലയത്തിന്റെ രണ്ടാമത്തെ കാറ്റഗറി ട്രാൻസ് ഹിമാലയം അല്ലെ, ഉത്തരപർവ്വത മേഖലയുടെ രണ്ടാമത്തെ ഭൂവിഭാഗമായ ട്രാൻസ് ഹിമാലയം. ജമ്മു കാശ്മീരിന്റെ വടക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരിന്റെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ്. പ്രധാനമായും ജമ്മു കാശ്മീരും അതുപോലെ തന്നെ ലഡാക്ക് തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് ട്രാൻസ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. ട്രാൻസ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആ പർവ്വത നിരകളെ കാണാതെ പഠിക്കുക. കാരക്കോറം, അതുപോലെ തന്നെ ലഡാക്ക്, അതുപോലെ തന്നെ സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ, അതുപോലെ ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ, കൈലാസ പർവ്വതനിര എന്നിവ കാണപ്പെടുന്നത് എവിടെയാണ്? ട്രാൻസ് ഹിമാലയത്തിലാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഈ ഹിന്ദുക്കുഷ് പർവ്വതനിരകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ചുരമാണ് ഖൈബർ ചുരം, അതുപോലെ തന്നെ ബോലൻ ചുരം. ഖൈബർ ചുരവും ബോലൻ ചുരവും എവിടെ കാണപ്പെടുന്നതാണ്? ഹിന്ദുക്കുഷ്. അത് ചുരം വേറെ നമുക്ക് പഠിക്കണം. അപ്പൊ അതുകൊണ്ട് അത് ടീച്ചർ അവിടെ നിർത്തി വെച്ചേക്കാണ്. ചുരം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കേരളത്തിലെ ചുരങ്ങളും ഇന്ത്യയിലെ ചുരങ്ങളും നമുക്ക് പഠിക്കാം. അപ്പൊ കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഹിന്ദുക്കുഷ്, അതുപോലെ കൈലാസം തുടങ്ങിയ പർവ്വതനിരകൾ എന്തിന്റെ ഭാഗമാണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് ചുരങ്ങളുടെ നാട്. എന്താണ്? ചുരങ്ങളുടെ നാട്. ചുരങ്ങളുടെ എന്താണ്? നാട് എന്നും ലിറ്റിൽ ടിബറ്റ്. എന്താ? ലിറ്റിൽ
ലിറ്റിൽ ടിബറ്റ്, ചുരങ്ങളുടെ നാട് ലിറ്റിൽ ടിബറ്റ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ശീതമരുഭൂമി എന്നിവ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായ എന്തിന്റെ വിശേഷണങ്ങളാണ്? ലഡാക്കിന്റെ വിശേഷണങ്ങളാണ്. അപ്പൊ ലഡാക്കിന്റെ വിശേഷണങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായ പർവ്വത നിരയാണല്ലോ കാരക്കോറം പർവ്വതനിര. അപ്പൊ ട്രാൻസ് ഹിമാലയത്തിന്റെ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് കാരക്കോറം പർവ്വതനിര. കാരക്കോറം പർവ്വതനിരയുടെ അതിർത്തി അഫ്ഗാനിസ്ഥാനും ചൈനയുമായി ഏതൊക്കെയാണ് ഓർക്കണം? അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് അതിർത്തി രൂപപ്പെടുത്തുന്നത് ഏത് പർവ്വതനിരയാണ്? നമ്മുടെ കാരക്കോറം പർവ്വതനിരയാണ്. ക്ലിയർ ആയോ? അഫ്ഗാനിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് അതിർത്തി രൂപപ്പെടുത്തുന്ന പർവ്വതനിരയാണ് കാരക്കോറം. ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. അതുപോലെ തന്നെ കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയുടെ പേരാണ് സിയാച്ചിൻ ഹിമാനി. ഏതാണ്? സിയാച്ചിൻ ഹിമാനി. സിയാച്ചിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പഠിക്കണം. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെട്ടു. കാരക്കോറം ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കെട്ടു. മൗണ്ട് കെട്ടുവിന്റെ വേറൊരു പേരെന്താണ്? ഗോഡ്വിൻ ആസ്റ്റിൻ എന്നാണ്. മൗണ്ട് കെട്ടു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ ഏത് പർവ്വതനിരയിലാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറയും കാരക്കോറം പർവ്വതനിരയിലാണ്. എന്താണ് മൗണ്ട് കെട്ടു? അപ്പൊ ഒരു ചോദ്യം മൗണ്ട് കെട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദിച്ചു. വേറൊരു ചോദ്യം എന്താ ചോദിച്ചാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെട്ടു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ ആണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ വേൾഡിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയും ഏതന്നെയാണ്? മൗണ്ട് കെട്ടു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വലിയ രണ്ടാമത്തെ കൊടുമുടിയും ഗോഡ്വിൻ ആസ്റ്റിൻ അഥവാ മൗണ്ട് കെട്ടു ആണ്. അപ്പോ ഈ മൗണ്ട് കെട്ടുവിന്റെ ഉയരം 8611 മീറ്റർ ആണ്. അപ്പൊ മൗണ്ട് കെട്ടു പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഇത് എന്താ പറയാ അധിനിവേശ കാശ്മീരിന്റെ ഭാഗമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് കെട്ടു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം പർവ്വതനിരയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പൊ നമ്മൾ ഇത് എന്താ പറഞ്ഞ ട്രാൻസ് ഹിമാലയം പറഞ്ഞപ്പോ ട്രാൻസ് ഹിമാലയത്തിലെ പർവ്വതനിരയായ കാരക്കോറത്തിലാണ് ഏതാണ്? സിയാച്ചിൻ ഹിമാനിയും മൗണ്ട് കെട്ടും എന്ന് പറഞ്ഞു. അപ്പൊ മൗണ്ട് കെട്ടുവിനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചു. ഇനി അടുത്തത് സിയാച്ചിൻ ഹിമാനിയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. തേർഡ് പോൾ അഥവാ മൂന്നാം ധ്രുവം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. തേർഡ് പോൾ അഥവാ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഹിമാനിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹെലിപാഡ്, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഹെലിപാഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിയാച്ചിൻ ഹിമാനിയിലാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധക്കളം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏതാ പറയണ്ടേ? സിയാച്ചിൻ ഹിമാനി തന്നെ പറയണം കേട്ടോ. റോസാപ്പൂക്കൾ എന്താ പറയുക സുലഭമായിട്ടുള്ളത് എന്നൊക്കെ അത്രേ ഈ മറ്റേ എന്താ പറയാ സിയാച്ചിൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്. നമ്മുടെ സിയാച്ചിൻ ഹിമാനിയെ നിയന്ത്രണത്തിലാക്കാൻ ഇന്ത്യ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ആ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ മേഘദൂത് എന്നാണ്. ഓപ്പറേഷൻ മേഘദൂത് 1984 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് എന്ത് നടന്നിട്ടുള്ളത്? ഈ ഓപ്പറേഷൻ മേഘദൂത് നടന്നിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കാം. സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഒരു നദി ഉത്ഭവിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നദിയുടെ പേര് നുബ്ര നദി എന്നാണ്. നുബ്ര നദി കേട്ടോ. റിവർ ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേര് ഷ്യോക്ക് നദി എന്നാണ്. അത് നുബ്രയുടെ പതനമാണ് കേട്ടോ. നുബ്രയുടെ പതനസ്ഥാനം ഷ്യോക്ക് നദിയിലാണ്. സിന്ധുവിന്റെ പോഷക നദിയായ ഷ്യോക്കിലാണ് നുബ്ര പതിക്കുന്നത്. ഈ ഷ്യോക്ക് നദിയെ വിളിക്കുന്നത് റിവർ ഓഫ് ഡെത്ത് എന്നാണ്. ഇനി സിയാച്ചിൻ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമും സിയാച്ചിൻ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമാണ്. അപ്പൊ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതി ഇന്ത്യക്കാരൻ ആരാണ്? APJ അബ്ദുൽ കലാം. ആദ്യ പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. ഇനി ഒരു പോയിന്റും കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതാണ്? പൂർവാചൽ. ഏതിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്? പൂർവാചൽ എന്ന് പറയുന്ന
ഭാഗത്തെ കുറിച്ച് പഠിക്കണം. അപ്പൊ പൂർവാചൽ വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര, കിഴക്കൻ അതിർത്തിയിൽ കാണപ്പെടുന്ന പർവ്വതനിരയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൂർവാചൽ എന്ന് പറയുന്നത് ട്ടോ. ഇനി ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. പൂർവാചലിന് കിഴക്കൻ അതിർത്തി അല്ലേ, അപ്പൊ ഇങ്ങനെ പറയും. ഈസ്റ്റേൺ ഹിൽസ് എന്ന അപരനാമത്തിലും എന്തറിയപ്പെടുന്നു? പൂർവാചൽ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ പട്കായ് നിരകൾ, പട്കായ് ട്ടോ, പട്കായ് നിരകൾ എന്ന അപരനാമത്തിലും എന്തറിയപ്പെടുന്നു? പൂർവാചൽ. അപ്പൊ പൂർവാചൽ, ഈസ്റ്റേൺ ഹിൽസ്, പട്കായ് നിര ഒക്കെ ഒന്ന് തന്നെയാണ് ട്ടോ. ഇനി ഈ പൂർവാചലില് പ്രധാനമായിട്ടും കുന്നുകളാണ് കാണപ്പെടുന്നത്. ഈ കുന്നുകൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ പരീക്ഷയ്ക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഗാസി കുന്നുകൾ, അതുപോലെ തന്നെ ജയന്തിയ കുന്നുകൾ, അതുപോലെ തന്നെ ഗാരോ കുന്നുകൾ, പിന്നെന്താണ് ലുഷായ് കുന്നുകൾ, അങ്ങനെ പറഞ്ഞിട്ട് ധാരാളം കുന്നുകള് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായിട്ടുള്ള മൗസിൻഡ്രം, മൗസിൻഡ്രം ഏതു കുന്നുകളിലാണ്? ഗാസി കുന്നുകളിലാണ്. മൗസിൻഡ്രം എവിടെയാണ്? ഗാസി കുന്നുകളിലാണ് ട്ടോ. ഇനി അതുപോലെ തന്നെ ഗാസി, ഗാരോ, ജയന്തിയ എന്ന് പറയുന്ന ഈ കുന്നുകൾ കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുന്നുകൾ കാണപ്പെടുന്നത് മേഘാലയയിലാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എവിടെയാണ്? മേഘാലയയിലാണ് കാണപ്പെടുന്നത്. ഇനി ലുഷായ് എന്ന് പറയുന്ന കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മിസോറാമിലാണ്. എവിടെയാണ്? മിസോറാമിലാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, നമ്മുടെ ഈ ഇന്ത്യയുടെ ഭൂവിഭാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഉത്തര പർവ്വത മേഖലയാണ് പഠിച്ചത്. ആ ഉത്തര പർവ്വത മേഖലയില് എന്താ പറയുന്നത്? 3 ഭാഗങ്ങൾ: ഹിമാലയം, ട്രാൻസ് ഹിമാലയം, പൂർവാചൽ. അതിൽ ഹിമാലയത്തിലെ നമ്മൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് പഠിച്ചു, ട്രാൻസ് ഹിമാലയം പഠിച്ചു, പൂർവാചൽ പഠിച്ചു. ഇനി അടുത്ത ദിവസം നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ ഉള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ ഇനി നമുക്ക് എന്താണ്, ഇതില് ഉത്തര മഹാസമുദ്രം നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അടുത്തത് പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ ഇതിലെ ചുരങ്ങൾ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ചുരങ്ങൾ പഠിക്കുമ്പോൾ ചുരങ്ങളില് നമ്മൾ എന്ത് പഠിക്കും? അതായത് കേരളത്തിലെ ചുരവും പഠിക്കും, അതുപോലെ തന്നെ ഇന്ത്യയിലെ ചുരവും പഠിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ ഓരോ പേജും ഞാനിവിടെ ഒരു 6-7 പേജോളം, എത്ര പേജാ? 7 പേജോളം നമ്മൾ പറഞ്ഞു. ഈ ഓരോ പേജിലും ഇപ്പൊ ഇതിൽ ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ എവിടെ കാണപ്പെടുന്നു? മേഘാലയയിൽ. അല്ലെങ്കിൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം ഏത് കുന്നിലാണ്? അതുപോലെ ലുഷായ് കുന്നുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂർവാചലിന്റെ മറ്റൊരു പേരെന്ത്? പട്കായ് നിരകൾ എന്നറിയപ്പെടുന്ന ഏത്? അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് എന്നറിയപ്പെടുന്നത്? ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു മൂന്നാം ധ്രുവം, ഓപ്പറേഷൻ മേഘദൂത്, അല്ലെങ്കിൽ പിന്നെ ചുരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കാരക്കോറം പർവ്വതനിര, ഗോഡ്വിൻ ആസ്റ്റിനെ കുറിച്ച്, അങ്ങനെ എന്താ പറയാ, ഓരോ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റുകളും സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ അതിൽ നമ്മൾ കണ്ടു, ഇക്കണോമിക്സിന്റെ ഭാഗത്തില് നമുക്ക് ഇക്കണോമിക്സിൽ നിന്ന് 5 ചോദ്യങ്ങളാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെ നമുക്ക് എത്ര ചോദ്യങ്ങൾ പഠിക്കാം? പ്രതീക്ഷിക്കാം 5 ചോദ്യങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഭാഗം നിങ്ങൾ പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.